ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു കൊലപാതകം നടക്കുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ ചോദ്യങ്ങളായിരിക്കും. ഇതാരെ ചെയ്തിട്ടുണ്ടാവുക, ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? പ്രധാനമായിട്ടും കൊലപാതകം നടന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഡെഡ് ബോഡി കാണാനില്ല. ഇതെവിടെ പോയി? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കഥയുടെ ആരംഭം മുതലേ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പാർട്ടായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ ആ ഒരു ചോദ്യം വരും, ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തെവിടെ സംഭവിക്കുന്നത്? അങ്ങനെ ആ ഒരു വല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ കൊണ്ടുപോയിട്ട് അവസാനം ഒരു കിടിലൻ ക്ലൈമാക്സുമായിട്ട് നിങ്ങളൊക്കെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. ആ സിനിമയുടെ കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2011 പുറത്തിറങ്ങിയ ദ ക്ലൈന്റ് എന്ന കൊറിയൻ മൂവിയുടെ കഥയാണ്. സോ ആ കഥയിലേക്ക് പോവുകയല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥയുടെ മെയിൻ പ്ലോട്ടിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം രാത്രി 5 മണിയായ സമയത്ത് ഒരാൾ ഇയാളുടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇയാളുടെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പൂക്കളും ഉണ്ട്. ഇവന്റെ വിവാഹം കഴിഞ്ഞ് ഇന്ന് 1ാം വാർഷികമാണ്. ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഭാര്യയും നല്ല എക്സൈറ്റഡ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. സോ അവളെ സർപ്രൈസ് ചെയ്യാനാണ് ഈ ഒരു ഗിഫ്റ്റും അതുപോലെ തന്നെ പൂക്കളുമായിട്ട് അവൻ ചെല്ലുന്നത്. എന്നാൽ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോകുന്തോറും അവിടെ ആളുകളുടെ എണ്ണം വല്ലാതെ കൂടുതലുള്ളതുപോലെ, കൂടാതെ പോലീസുകാരും ഉണ്ട്. അവൻ എത്തുന്നതിന് മുന്നേ അവന്റെ അപ്പാർട്ട്മെന്റ് ആരും തുറന്നിട്ടുമുണ്ട്. ഇപ്പോ ഈ മനുഷ്യനുണ്ടല്ലോ ആ ഒരു ഭയത്തില് ഫ്ലാറ്റിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാണ്. നോക്കുമ്പോ അവിടുത്തെ ഒരു ഡൈനിങ് ടേബിളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരി അത് മുഴുവനായിട്ടും ഉരുകി തീർന്നിട്ടുമുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവനൊട്ടും മനസ്സിലാവുന്നില്ല. പിന്നീട് ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. ബെഡിൽ നിറയെ രക്തമാണ്, നിലത്തെല്ലാം ആ ഒരു രക്തം തളം കെട്ടി അങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് കണ്ട് ആകെ ഷോക്കായി പോയിട്ട് അവനങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസുകാരെല്ലാവരും വന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്യാണ്. അവന്റെ ഭാര്യയെ കൊന്നത് അവൻ തന്നെയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഗിഫ്റ്റും പൂക്കളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെ കൈയോടെ ഇവനെ പൊക്കി ഇവനെ അറസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ മരിച്ചു, അവിടെ രക്തമുണ്ട് എന്നല്ലാതെ അവളുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ ഒരു അറസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ 2 മാസമായിട്ടുണ്ട്. ഭാര്യയെ കൊല ചെയ്തു എന്ന് സംശയിക്കുന്നല്ല, അവൻ തന്നെയാണ് ഇപ്പൊ പ്രതിയായിട്ട് ഇവർ കണക്കാക്കുന്നത്. തൽക്കാലം നമുക്ക് അവനെ ജിം എന്ന് വിളിക്കാം. അപ്പൊ ജിമ്മിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, അപ്പൊ നമുക്ക് ഷോർട്ടായിട്ട് PP വക്കീൽ എന്ന് പറയാം. അപ്പൊ ഈ ഒരു PP വക്കീല് കുറെ പത്രക്കാർ വന്നിട്ടുണ്ട്. അവരോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു 2 മാസങ്ങൾക്ക് മുന്നേ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 9 രാത്രി 12-നും അതുപോലെ തന്നെ 1:30-നും ഇടയിലാണ് ജിം അവന്റെ ഭാര്യയെ കൊന്നത്. ഇതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ പുറത്തേക്ക് പോയിട്ട് 5 മണിയായപ്പോൾ അവൻ തിരിച്ചു വന്നു. രാത്രിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അവനെതിരായിട്ട് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അവന് കിട്ടേണ്ട പണിഷ്മെന്റ് അവനത് കിട്ടിയിരിക്കും. ഓക്കെ, ഇത്രേ പറയാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വക്കീൽ അവിടുന്ന് പോവാണ്. ഇതിനുശേഷമാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സാമിനെ കാണിക്കുന്നത്. സാമും ഒരു വക്കീൽ തന്നെയാണ്. ഇവന് കേസും കാര്യങ്ങളൊക്കെ മുട്ടിച്ചു കൊടുക്കുന്ന അവന്റെ ഒരു അങ്കിൾ ഉണ്ട്. തൽക്കാലം അങ്കിൾ ജോ എന്ന് വിളിക്കാം. അപ്പൊ അങ്കിൾ ജോ വന്നിട്ട് ജിമ്മിന്റെ ഈ ഒരു കാര്യമൊക്കെ പറയാണ്, നമുക്ക് ആ ഒരു കേസ് ഏറ്റെടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ സാം പറയാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ തലവെക്കാൻ നിൽക്കില്ല. കാരണം ഇതൊരു വള്ളിക്കെട്ട് കേസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുവരെയായിട്ടും ഡെഡ് ബോഡി വരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ കേസ് പോയിട്ട് വാദിക്കണ്ടേ? ഇങ്ങനത്തെ കേസിനൊന്നും ഞാൻ തലവെക്കില്ല എന്ന് തന്നെ സാം പറയാണ്. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ജയിലിൽ ഇപ്പൊ കിടക്കുന്ന ജിമ്മിനെ കാണിക്കുകയാണ്. എന്തോ മനോവിഷമം കാരണം അവൻ അവിടെ തന്നെ സ്വയം മരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിച്ചത് പ്ലാസ്റ്റിക്കിന്റെ കവറായിരുന്നു കേട്ടോ. അത് പൊട്ടി ഇവൻ താഴേക്ക് വീഴുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ വക്കീൽ സാം അറിയാണ്. അവനോട് ഈ ഒരു കാര്യം വിളിച്ചു പറയുന്നത് അങ്കിൾ ജോയാണ്. പക്ഷെ ഇത് കേട്ട സമയത്ത് സാമിന് തോന്നുകയാണ്, ഇതുവരെയായിട്ടും 100% അവനാണ് കുറ്റവാളി എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനായിരിക്കും അവനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? അവന്റെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ടാവുമോ? ഇത് കരുതിയത് കൊണ്ട് തന്നെ സാം ആ ഒരു കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ആയിട്ട് അവന് തെളിവുകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ പോകുന്നത് ഈ ജിം അവന്റെ ഭാര്യയെ കൊന്നു എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ സാം നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് മിസ്സിംഗ് ആണ്. അതാരെങ്കിലും പറിച്ചെടുത്തതാണോ അല്ലെങ്കിൽ പണ്ട് മുതലേ എങ്ങനെയാണോ എന്നൊന്നും അവനെ അറിയില്ല. എന്തായാലും വന്ന് നോക്കുമ്പോൾ ഒരു ലൈറ്റ് മിസ്സാണ്. പിന്നെ നോക്കുമ്പോൾ ആ ഒരു ഡൈനിങ് ടേബിൾ, അതിലൊന്ന് കുറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ ഉരുകി ഒലിച്ച മെഴുകുതിരി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റൂമിലേക്ക് വന്ന് നോക്കുകയാണ്. കാരണം അവിടെയാണല്ലോ രക്തം കണ്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അവന്റെ അസിസ്റ്റന്റ് വരികയാണ്. ആ ഒരു കേസ് ഫയൽ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പൊ സാമി ചോദിക്കുമ്പോൾ ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാണ്. അതുപോലെ വീട്ടിന്റെ ഉള്ളിലേക്ക് ആരെങ്കിലും ശക്തമായി ബലം പ്രയോഗിച്ചു വന്നതിന്റെ ഒരു പാടും കാണുന്നില്ല. വാതിലോ ജനലോ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, പോലീസുകാർക്ക് കൊലപാതകം നടന്ന ആ ദിവസം ഈ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് യാതൊരു ഫിംഗർ പ്രിന്റും ഈ പോലീസുകാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊലയാളിയാണ് എന്ന് സംശയിക്കുന്ന ജിം ഉണ്ടല്ലോ, ഇവന്റെ കൈ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഇവൻ കൊലയാളിയാണ് എന്ന് പോലീസുകാർ കൺഫേം ചെയ്തത്. കാര്യം മനസ്സിലായോ? ഫിംഗർ പ്രിന്റ് എവിടെ ഇല്ലാത്തത് കൊണ്ട് കൈ വെച്ചാൽ ഫിംഗർ പ്രിന്റ് വരാത്തൊരാളായിരിക്കും കൊലയാളി എന്നുള്ള ഒരു മണ്ടൻ ചിന്തയിലാണ് പോലീസുകാർ ഇവൻ അറസ്റ്റ് ചെയ്തത്.
ഇതൊക്കെ ഒരു തെളിവാണോ എന്നിപ്പോ നമ്മുടെ സാം ചോദിക്കുകയാണ്. ഇതിനെല്ലാത്തിനു ശേഷം അപ്പാർട്ട്മെന്റിന് താഴേക്ക് പോയിട്ട് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടല്ലോ അവരോട് CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറയണം. എന്നാൽ അവര് പറയുന്നത് 1 മാസത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ അതൊന്നും വെക്കാറില്ല. മാത്രമല്ല അന്നൊരു പോലീസുകാർ വന്നിട്ട് എല്ലാം കൊണ്ടുപോയതാണല്ലോ. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് സാം വരികയാണ്. എന്നാൽ സാമിനെ ഒന്ന് ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പോലീസുകാരുടെ എവിഡൻസ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അവർ അന്ന് എന്തെല്ലാം കണ്ടെത്തി എന്നുള്ള ആ ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഇതുപോലെ CCTV വിഷ്വൽ ആഡ് ചെയ്ത കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു CCTV വിഷ്വൽ ഇവിടുന്ന് കൊണ്ടുപോയത് പോലീസുകാർ തന്നെയാണോ എന്നുള്ള ആ ഒരു സംശയം സാമിന്റെ ഉള്ളിൽ വരികയാണ്. എന്തായാലും ഇതിനു ശേഷം സാം ഹോസ്പിറ്റലിലേക്ക് ജിമ്മിനെ കാണാൻ വേണ്ടി പോവാണ്. അവനോട് ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനായിട്ട്. അവനിപ്പോ ഹോസ്പിറ്റലായതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, ജയിലിൽ വെച്ച് ഒന്നും മരിക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് പാളിപ്പോയി. എന്തായാലും ആശുപത്രിയിലേക്ക് വന്നിട്ട് ഈ ജിമ്മിന്റെ കൈകളിലേക്ക് സാം നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും അവന്റെ കയ്യിൽ നിന്ന് വരാൻ സാധ്യതയില്ല. അതൊക്കെ ആകെ തൊലി പൊളിഞ്ഞു കിടക്കുകയാണ്. ജിമ്മിനോട് സാം ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോന്ന്. ഇപ്പൊ ജിമ്മ് പറയാണ്, എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ആരെയും സംശയമില്ല, എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവൾക്ക് മറ്റൊരാളുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. പല തവണയായിട്ട് അവൾ ആരോ ഒരാളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതാരാണെന്ന് എനിക്ക് അറിയില്ല. കുറച്ചു നേരം ഈ ഒരു ജിമ്മിനെ നോക്കിയിട്ട് സാം പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഈ ഒരു സംഭവത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്, നോക്കട്ടെ, ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ എന്തായാലും നീ രക്ഷപ്പെടുന്നു പറയണം. അങ്ങനെ രാത്രി നമ്മുടെ സാം കുറെ നേരം ഈ കേസിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് വന്നു. അസിസ്റ്റന്റുമായിട്ട് ഈ കേസിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യാണ്. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കൊലപാതകം നടന്നു എന്ന് വിചാരിക്കുന്നത് 12 മണി to 1 മണി ആ സമയത്തിലാണ്. ഇതിനുശേഷം ഒരു 1:30 ആയപ്പോഴാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നത്. ഇതും കഴിഞ്ഞ് 5 മണി ആയപ്പോഴാണ് നമ്മുടെ ജിം അങ്ങോട്ടേക്ക് വരുന്നത്. സോ പോലീസുകാർക്ക് ഈ ജിമ്മിനെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് 1:30 മുതൽ 5 മണി വരെയാണ്. ഇത്ര സമയം കൊണ്ട് ഇവരെങ്ങനെയാണ് അവനാണ് കൊലയാളി എന്ന് കണ്ടെത്തിയത്? കരുതി കൂട്ടി അവൻ എന്തോ പെടുത്താനുള്ള ഒരു ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, CCTV വിഷ്വൽ അത് അവിടുന്ന് ആരും കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ എവിഡൻസ് ലിസ്റ്റിൽ അത് ആഡ് ചെയ്തിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, അതായത് അവന്റെ അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ഒരാള്, അയാൾ ഈ ജിമ്മിനെ ആ സമയത്ത് അവിടെ കണ്ടു എന്ന് പറയുന്നു. അതിലും നമുക്കൊരു വിശ്വസ്തത ഇല്ല കേട്ടോ. പിന്നെ 4ാമത്തെ പ്രധാന കാര്യം, അതായത് അവന്റെ ഭാര്യ മരണപ്പെടുന്നതിന് മുന്നേ ആയിട്ട് ഭാര്യയുടെ അമ്മയോട്, അതായത് ഈ ജിമ്മിന്റെ അമ്മായിയമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്റെ ഭർത്താവിനെ വല്ലാത്ത പേടിയാണ്, അതായത് അവന്റെ ഭാര്യയ്ക്ക് അവനെ വല്ലാത്ത പേടിയായിരുന്നു, അവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടിയൊക്കെ ജിമ്മിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ ഈ ഒരു കാര്യം ഭാര്യയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഈ ഒരു കാര്യം PP വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. സോ PP വക്കീൽ അവൻ തന്നെയാണ് കുറ്റവാളി എന്ന് കൺഫേം ചെയ്ത ഒരു 2 കാര്യമാണ്. ഒന്ന്, ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടില്ല, അവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഫിംഗർ പ്രിന്റ് വരൂല്ല. അതുപോലെ തന്നെ അവിടുന്ന് ഒരു ഫിംഗർ പ്രിന്റും കിട്ടിയിട്ടില്ല. അവന്റെ കൈയുടെ ആ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ തന്നെയാണ് കൊലയാളി. സോ ഈ 2 കാര്യം വെച്ചാണ് PP വക്കീൽ അവൻ കൊലയാളിയാണെന്ന് കൺഫേം ചെയ്തത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സാം ഓൺ ആവുകയാണ്. നമുക്കിനി അധികം സമയമില്ല. അസിസ്റ്റന്റിനോട് വേഗം പറയാണ്, എങ്ങനെയെങ്കിലും ആ CCTV എവിഡൻസ് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുപോയ ആ പോലീസുകാരൻ അതാണെന്ന് നീ കണ്ടുപിടിക്കണം. ഇതിനുശേഷം സാം വേഗം പോയിട്ട് അവന്റെ അങ്കിൾ ജോ ഉണ്ടല്ലോ, ഇയാളെ കണ്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ രാത്രിയിൽ ഫെബ്രുവരി 9-ാം തീയതി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ജിമ്മിന് അവന് വഴി തെറ്റിപ്പോയി. അങ്ങനെ പോകുന്ന സമയത്ത് അവന് ചെറിയൊരു അപകടം സംഭവിച്ചു. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അവന് ബോധം വന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വഴിയിലൂടെ പോവുക, അവിടെ ആക്സിഡന്റ് നടന്നു എന്ന് പറയുന്നില്ലേ, ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഇപ്പൊ അങ്കിൾ ജോ പറയണ, മോനെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ തേടി പിടിക്കാൻ അത്യാവശ്യം സമയം എടുക്കില്ലേ? ഇനി ആകെ 3 ദിവസമുള്ളൂ ഈ കേസ് ക്ലോസ് ചെയ്യാനായിട്ട്. എന്നാൽ അതിന് മറികടക്കാനുള്ള ഒരു നിയമത്തിന്റെ ലൂപ്പ് ഹോളും അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ 3 ദിവസം കഴിഞ്ഞ് കോടതിയിൽ കേസിന്റെ ഒരു ഹയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വക്കീലിനെയും ജഡ്ജിയും കൂടാതെ ഒരു 10 സംഘ ജൂറി കൂടെ അവൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സോ കേസ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയി പോകും. ഈ ഒരു സമയത്ത് എന്തായാലും ഇവർക്ക് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. എന്തായാലും ഇതിന് ശേഷം അന്ന് ജിമ്മിന് എന്തൊക്കെയാ സംഭവിച്ചത്, ഇവന്റെ ആ ഒരു ജോലിയും ഇവന്റെ ബാക്ക്ഗ്രൗണ്ടും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്കിൾ ജോ തന്നെ ഒന്ന് ചുറ്റിയടിക്കുകയാണ്. നേരെ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു കമ്പനിയിലേക്ക് പോകണം. ആ കമ്പനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്കൊക്കെ ഈ ഡെഡ് ബോഡികൾ, അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ബോഡി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാവ കമ്പനി, അതിലായിരുന്നു നമ്മുടെ ജിമ്മ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു കമ്പനിയിലേക്ക് ചെന്നിട്ട് അങ്കിൾ ജോ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ഇതുപോലെ ചോദിക്കുകയാണ്, ആ കൊലപാതകം നടന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യം അവൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. ഇപ്പൊ ഈ സ്റ്റാഫ് പറയാണ്, ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല, പക്ഷെ എന്തോ തിരക്ക് പിടിച്ച് അന്ന് ജോലി കഴിഞ്ഞ് അവൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു, വേറെ എന്തെങ്കിലും കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ ആ ഒരു കമ്പനി വിട്ടിട്ട് ഇപ്പൊ അങ്കിൾ ജോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഈ ആക്സിഡന്റ് ആയ ആ ഒരു സ്ഥലം അതിനിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിലിങ്ങനെ തല പകഞ്ഞ് നിൽക്കുന്ന സമയത്ത് നേരത്തെ അങ്കിൾ ജോ സംസാരിച്ച ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഇയാൾ വിളിച്ചു പറയണ, സാറേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, അന്ന് ഇവിടുന്ന് ജിമ്മ് പോയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫേക്ക് ഡെഡ് ബോഡി അത് മിസ്സായിരുന്നു, പക്ഷെ അത് അവൻ എടുത്തു എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അവൻ പോയതിനു ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഡെഡ് ബോഡി മിസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കേട്ട് അങ്കിൾ ജോ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു സാം ആണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ സമയത്ത് ഒരു സാക്ഷി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ജിമ്മിനെ കണ്ടു എന്ന് പറയുന്ന ആള്, അയാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിന് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഓക്കെ, അന്ന് സംഭവം നടന്ന ദിവസം അസാധാരണമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടത് ചോദിക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ്
പറയാണ്, അന്ന് ബേസ്മെന്റിൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാ കാറും ഒരുമിച്ചിരുന്ന് ഓണാവുകയാണ്. അപ്പൊ തന്നെ എന്റെ പിന്നിലൂടെ ആരൊരാൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് അറിയില്ല, ഒരു നിഴല് പോകുന്നത് പോലെ ഞാൻ കണ്ടായിരുന്നു. അതായത് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിന് അറിയുന്ന കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാം അവിടുന്ന് പോകണം. ഇതിനുശേഷം നേരെ പോകുന്നത് ഇവിടുത്തെ ആ ഒരു CCTV കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, ഇവിടുത്തെ ഡാറ്റ ഓരോ മാസം കൂടുമ്പോഴും ഡിലീറ്റ് ആക്കുകയാണെങ്കിലും അവിടെ ഡാറ്റാസ് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് സാം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയുന്നത്, സാറേ ആ ഒരു വിഷ്വലേക്ക് ഓൾറെഡി ഡിലീറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. ഒരു പോലീസുകാർ വന്നിട്ട് ഇതുപോലെ അത് മുഴുവൻ മേടിച്ചുകൊണ്ടായി, മാത്രമല്ല അത് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സാമിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്, ആരുടെ ഈ പോലീസ്? മിക്കവാറും ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആ എവിഡൻസ് CCTV വിഷ്വൽ കൊണ്ടുപോയി ആ പോലീസുകാരൻ തന്നെയായിരിക്കും. പോകുന്ന വഴിയിൽ ഈ ഒരു കാര്യം അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് നമ്മുടെ സാം അങ്ങനെ പറയുന്നുണ്ട്, വേഗം അയാളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അങ്കിൾ ജോ ആണെങ്കിൽ അന്ന് രാത്രി നമ്മുടെ ജിമ്മ് വഴി തെറ്റിപ്പോയി എന്ന് പറയുന്ന ആ ഒരു റോഡ് ഉണ്ടല്ലോ, അതിലൂടെ പോയിട്ട് അവിടെ നൈറ്റ് ടൈമിലെല്ലാം പെട്രോളിംഗ് നടത്തുന്ന ഒരു ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഫെബ്രുവരി 9 രാത്രി എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യം നടന്നായിരുന്നു. ഞങ്ങളിങ്ങനെ പെട്രോളിങ്ങിനായിട്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരാളുടെ കാർ അങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്തു പോയി. ഇയാളുടെ ഡിക്കി മര്യാദ കടഞ്ഞിട്ടില്ലായിരുന്നു. അയാളുടെ പിറകാലെ ചെന്ന് നമ്മൾ ആ ഒരു കാർ നിർത്തിച്ചു. അതിന്റെ ആ ഒരു ഡിക്കി അടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്. പെട്ടെന്ന് തന്നെ അയാളെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തു. പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് അതൊരു ഫേക്ക് ആയിട്ടുള്ള പാവ ഡെഡ് ബോഡി ആണെന്ന് മനസ്സിലായത്. ഡ്രൈവർ ആണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാൾ അഗ്രസീവ് ആകാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞിട്ട് അയാളോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അയാൾ വിടുകയും ചെയ്തു. പക്ഷേ ആ കാറിന്റെ നമ്പർ അത് ഏതാണെന്ന് അങ്കിൾ ജോ ചോദിക്കുമ്പോൾ, അതായത് ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ജിമ്മിന്റെ കാറിന്റെ നമ്പറുമായിട്ട് ഇതിന് സാമ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ജിമ്മ് തന്നെയായിരിക്കും അത് എന്ന് കരുതിയിട്ടാ അങ്കിൾ ജോ ഈ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പക്ഷേ ആ കാറിന്റെ നമ്പറും നമ്മുടെ ജിമ്മിന്റെ കാറിന്റെ നമ്പറും അത് മാച്ച് ആവുന്നില്ല, കാരണം അത് ജിമ്മല്ലായിരുന്നു. ഓക്കെ, എന്തായാലും അവരോട് നന്ദി പറഞ്ഞിട്ട് ഇപ്പൊ അങ്കിൾ ജോ ആ റൂട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. അതായത് അപകടം നടന്ന സ്ഥലം ഏതാണെന്ന് അവന് മനസ്സിലാവണല്ലോ. ഇപ്പൊ അവിടെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പാപ്പനെ കാണുകയാണ്. അയാളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇതുപോലെ അപകടം എന്തെങ്കിലും ഒരു 2 മാസം മുന്നേ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ചൂടാവണം. നിങ്ങൾ പൊയ്ക്കേന്ന് പറഞ്ഞിട്ട് വേഗം ഈ അങ്കിൾ ജോയെ പുറത്താക്കുകയാണ്. ഇയാളിപ്പം ഇങ്ങനെ പെരുമാറുന്നത്, എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാണ്ടെങ്കിൽ ദാ ഈ കാർഡിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാർഡ് ഇട്ടിട്ടാണ് ഇപ്പൊ അങ്കിൾ ജോ പോകുന്നത്. അങ്ങനെ ആ ഒരു 3ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്നാണ് കോടതിയിൽ വിധി പറയുന്ന ഒരു ദിവസം. PP വക്കീൽ ജിമ്മ് തന്നെയാണ് കുറ്റവാളി എന്ന രീതിയിൽ ഓരോ തെളിവുകളും മുന്നോട്ടേക്ക് എടുത്ത് വെക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ട് ആ രക്തം അവന്റെ ഭാര്യയുടെ തന്നെയാണെന്ന് കൺഫേം ആക്കിയ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇത്രയും രക്തം 3 ലിറ്ററോളം രക്തം അവളുടെ ദേഹത്ത് നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവളുടെ മരണം ഉറപ്പായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PP വക്കീൽ അവിടെ തെളിയിക്കുകയാണ്. പിന്നീട് ആ ഒരു കൊലപാതകം നടന്ന ആ രാത്രിയിൽ ആ അപ്പാർട്ട്മെന്റിലെ ഡൈനിങ് ടേബിളിൽ കുറച്ച് ഭക്ഷണവും മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടൽ 4 മെഴുകുതിരിയാണ് ടേബിളിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 എണ്ണം മാത്രമേ ഏകദേശം ഉരുകി തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം പകുതിയായിട്ട് കിടക്കുകയായിരുന്നു. അതിനർത്ഥം കൊലപാതകം ചെയ്തു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ജിമ്മാണ് ആ 4ാമത്തെ മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചത്. മാത്രമല്ല വീട്ടിലേക്ക് മറ്റേതെങ്കിലും ഒരാൾ ബലമായിട്ട് കടന്നു വന്നതിന്റെ യാതൊരു അടയാളം അവിടെ ഇല്ലായിരുന്നു. അതിനർത്ഥം ആ വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് അങ്ങോട്ടേക്ക് വന്നത്. സോ 100% കോടതിയോട് ഈ ഒരു PP വക്കീൽ പറയാണ് കൊലപാതകം ചെയ്തത് ജിമ്മ് തന്നെയാണ്. ഇതിനുശേഷം സാം വക്കീൽ എഴുന്നേൽക്കാണ്. പിന്നീട് PP വക്കീലിനോടും ജഡ്ജിയോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ കൊലപാതകം ചെയ്തതിന് ശേഷമാണ് 4ാമത്തെ ആ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചത്. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ജിമ്മ് തന്നെയാണ് ചെയ്തതെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നത്? എന്തായാലും ആ ഒരു തെളിവ് അത്ര അങ്ങോട്ട് വില പോയില്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കേസ് വീണ്ടും നീട്ടിവെക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ സാം വക്കീൽ നേരെ പോകുന്നത് ഈ ജിമ്മിന്റെ ഭാര്യ ജോലി ചെയ്ത ആ ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ എത്തിയിട്ട് ജിമ്മിന്റെ ഭാര്യയുടെ കൂട്ടുകാരോട് സാം സംസാരിക്കുകയാണ്. അതായത് അന്ന് കൊലപാതകം നടന്ന ആ ഒരു സമയം അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നിലുള്ള ദിവസങ്ങൾ, ഈ സമയത്തെല്ലാം എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് അവർ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവരുടെ ഹസ്ബൻഡ് ആ ഒരു ജിമ്മ് എന്തോ ഒരു ബിസിനസ് ട്രിപ്പിനായിട്ട് ഒരു 3 ദിവസം എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ് അവൾക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയെന്ന് ആ ഒരു കൂട്ടുകാരി പറയാണ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ചോദിച്ചാൽ മോശം കരുതരുത്. അതായത് ഈ ജിമ്മിന്റെ ഭാര്യയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു അവിഹിതം? ഇപ്പൊ ആ കൂട്ടുകാരി പറയാണ്, ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. കാരണം ജിമ്മ് എന്ന് വെച്ചാൽ അവൾക്ക് അത്രയും ജീവനാണ്. അവൾ ഒരിക്കലും അവനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. അങ്ങനെ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് സാം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് PP വക്കീലിനെയാണ്. ഇയാളുടെ കയ്യിൽ അന്നത്തെ ആ ഒരു CCTV വിഷ്വൽ അത് എത്ര നോക്കിയിട്ട് നമ്മുടെ സാമിന് കിട്ടിയിട്ടില്ലല്ലോ, എന്നാൽ അതിന്റെ ആ ഒരു പീസ് ഇയാളുടെ കയ്യിലുണ്ട്. മാത്രമല്ല കൊലപാതകം നടന്ന ആ ദിവസം ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ലിഫ്റ്റ് വഴി തൊപ്പിയെല്ലാം വെച്ച് പോകുന്ന ഒരാളെ ആ CCTV വിഷ്വൽ ഈ PP കാണുന്നുണ്ട്. എന്നാൽ മറ്റാരും അത് കാണാതിരിക്കാനായിട്ട് ആ ഒരു പോർഷൻ മാത്രം ഇയാൾ ഡിലീറ്റ് ചെയ്യാണ്. പക്ഷേ അതെന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഈ അസിസ്റ്റന്റ് പെണ്ണുണ്ടല്ലോ, നമ്മുടെ സാമിന്റെ അസിസ്റ്റന്റ്, ഇവരേതാണ് ആ ഒരു പോലീസ് CCTV വിഷ്വൽ അവിടെ നിന്ന് കൊണ്ടുപോയത് ആരാണ്? ഇത് അന്വേഷിച്ച അവസാനം ഇയാളുടെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല കോടതിയിൽ ഇതിനെക്കുറിച്ചൊരു കംപ്ലൈന്റും രജിസ്റ്റർ ചെയ്തു. അതായത് എവിഡൻസ് ആയിട്ട് ഇയാൾ 2 സ്ഥലത്ത് പോയിട്ട് CCTV വിഷ്വൽ കളക്ട് ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്തില്ല? സോ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പോകും എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഈ അസിസ്റ്റന്റിനെ കാണാനായിട്ട് ഈ തെളിവ് മേടിച്ച പോലീസ്
പോലീസുകാരനുണ്ടല്ലോ സാമിന്റെ അസിസ്റ്റന്റിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല, ആ PP വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അങ്ങനെ ചെയ്തത്. ദയവ് ചെയ്തിട്ട് എന്റെ പണി കളയാനോ എന്നെ പെടുത്താനോ നിങ്ങൾ നിൽക്കല്ലേ. നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ വേണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുറച്ച് കാശ് മുടക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരാളെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് അവിടുന്ന് ആ സാധനം ഒന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ മതി. PP വക്കീലിന്റെ ഓഫീസിൽ നിന്നും ആ CCTV വിഷ്വൽസ് മോഷ്ടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യം എന്തായാലും നമ്മുടെ അസിസ്റ്റന്റ് പോയിട്ട് സാമിനോട് പറയണം. കേട്ടപാട് തന്നെ സാം പറയാണ്, ഞാൻ നേരായ വഴിയിൽ പോയിട്ടാണ് ഈ കേസ് തെളിയിക്കാൻ നോക്കുന്നത്. ഇമാതിരി ഒരു ഉഡായിപ്പ് പരിപാടി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് അവിടെ തീർന്നു, കരിയർ തീർന്നു. അവിടെ ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല. അങ്ങനെ ഈ അസിസ്റ്റന്റിനോട് കുറച്ച് ദേഷ്യപ്പെട്ട് ഈ സാം ഇയാളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവന് മുന്നേ ഒരാൾ ആ വീട്ടിലേക്ക് വന്ന് കയറിപ്പോയിട്ടുണ്ട്. ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് സാം ഉള്ളിലേക്ക് കയറി ചെന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പകരം വീടിന്റെ ഫ്ലോറിലായിട്ട് ഏതൊരാൾ ഒരു ഫയൽ വെച്ച് പോയിട്ടുണ്ട്. സാവകാശം ആ ഒരു ഫയൽ ഇപ്പൊ തുറന്ന് അത് വായിക്കാൻ തുടങ്ങുകയാണ് സാം. ഇപ്പോ അതിൽ ആ ഒരു ഡീറ്റെയിൽ കണ്ട് ഈ സാം ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഏകദേശം 1 വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന കേസിൽ ഈ ജിമ്മിനെയാണ് പോലീസുകാർക്ക് സംശയം തോന്നിയതും അതുപോലെ തന്നെ ഒരു 3 ദിവസം അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവർ നല്ല രീതിയിൽ പെട്ടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കൊലപാതകയല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അവന് വെറുതെ വിട്ടു. അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ 3 ദിവസം സ്റ്റേഷനിൽ കിടന്നപ്പോൾ ഈ ജിം അവന്റെ ഭാര്യയോട് പറഞ്ഞത് ഞാനൊരു ബിസിനസ് ടൂറിന് പോയതായിരുന്നു എന്നാണ്. ആദ്യമൊക്കെ അവരത് വിശ്വസിച്ചെങ്കിലും പിന്നീട് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ, സത്യം അറിഞ്ഞപ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ടാണ് ഈ 3 ദിവസത്തെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയിരുന്നു എന്ന് ഇവന്റെ ഭാര്യയുടെ കൂട്ടുകാരി പറഞ്ഞത്. ഇവിടെ സീൻ കെട്ട അടുത്ത സീനിൽ നഗരത്തിൽ ഈ PP വക്കീലും ഇയാളുടെ കൂടെ തന്നെ ഒരു എക്സ് പോലീസ് ഓഫീസറും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. ഇപ്പൊ ഈ പോലീസുകാരനോട് PP വക്കീൽ ഒരു കാര്യം ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ ഒരു ഫയൽ അവിടെ കൊണ്ടുപോയിട്ടത്? അതായത് ഈ എക്സ് പോലീസ് ഓഫീസർ തന്നെയാണ് അത് അവിടെ കൊണ്ടുപോയിട്ടത്. ഇപ്പൊ ഈ പോലീസുകാരൻ പറയാണ്, എന്തായാലും അവന്റെ മൈൻഡ് ഇപ്പൊ ഇങ്ങനെ കുഴങ്ങി മറിഞ്ഞു കിടക്കുകയായിരിക്കും, അവൻ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കട്ടെ, അതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. പക്ഷെ എന്തിനാണ് PP വക്കീലും ഈ പോലീസുകാരനും ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഈ 1 വർഷങ്ങൾക്ക് മുന്നേ റേപ്പ് കേസിൽ നമ്മുടെ ജിമ്മ് ജയിലിൽ പോയല്ലോ, അതിനുശേഷം ഇവൻ ഫ്രീ ആയതിന്റെ കാരണക്കാരൻ ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ സാം ചെല്ലാണ്. ഒരു സൈക്കാട്രിക് ഡോക്ടറായിരുന്നു അത്. ജിമ്മ് തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നത് എന്ന് ഉറപ്പിച്ചത്. ഈ കേസ് പോലെ തന്നെയാണ്. അതായത് ആ പെൺകുട്ടിയുടെ അരികിൽ നിന്നും യാതൊരു ഫിംഗർ പ്രിന്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. ഇവന്റെ കയ്യിൽ നിന്നും അങ്ങനെയൊന്നും വരില്ലല്ലോ. സോ അതുകൊണ്ട് ഇവൻ തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്തു. മാത്രമല്ല ഒരു സാക്ഷി ഏകദേശം ഇവന്റെ രൂപമുള്ള ഒരാളെ കണ്ടു എന്ന് കൂടെ പറഞ്ഞ സമയത്താണ് ആ റേപ്പ് കേസിൽ ജിമ്മിനെ അറസ്റ്റ് ചെയ്തതും 3 ദിവസം ജയിലിൽ കൊണ്ടുപോയിട്ടതും. പക്ഷെ എന്തൊക്കെ ചോദിച്ചിട്ടും അവൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നതുകൊണ്ട് നുണ പരിശോധനയ്ക്കായിട്ട് എന്നെ കൊണ്ടുപോയി. പക്ഷെ ആ ടെസ്റ്റിൽ അവൻ വിജയിച്ചു. അതുകൊണ്ടാണ് അവനെ വിട്ടയച്ചത്. ഇതിന്റെ പുറമെ നമ്മുടെ ഈ ഒരു സാം വക്കീൽ മറ്റൊരു കാര്യം കൂടെ അറിയാണ്. അന്നത്തെ ആ ഒരു റേപ്പ് കേസിൽ ജിമ്മ് ജയിലിലായ സമയത്ത് അവനെതിരെയായിട്ട് വാദിച്ചത് ഇന്നിപ്പോ അവന്റെ എതിരായിട്ട് നിൽക്കുന്ന ആരാ? ഈ PP വക്കീലുണ്ടല്ലോ, ഇതേ വക്കീൽ തന്നെയായിരുന്നു. ഇയാൾ എന്തിനാണ് ഈ ജിമ്മിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇയാൾക്ക് ഇനി വല്ല റിവെഞ്ചും ഉണ്ടാകുമോ? എന്തായാലും ഇതിനുശേഷം കോടതിയിലെ അടുത്ത വാദം കാണിക്കുകയാണ്. ഇത്തവണ ഈ PP വക്കീൽ മരിച്ചുപോയ ജിമ്മിന്റെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ, അവരെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഭാഗം പറയാണ്. അതായത് മകള് മരിക്കുന്നതിന് മുന്നേ അവരുടെ ഹസ്ബൻഡിനെ, അതായത് ഈ ജിമ്മിനെ കാണുന്നതിന് പേടിയാണ്. എനിക്കത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ജിമ്മിന്റെ ഭാര്യ എന്ന് പറയണ്ട, നമുക്ക് തൽക്കാലം ജിമ്മിന്റെ ഭാര്യയെ ജെനി എന്ന് വിളിക്കാം. സോ ജെനിയുടെ അമ്മ ഈ കാര്യങ്ങൾ കോടതിയോട് പറഞ്ഞ സമയത്ത് PP വക്കീൽ പറയാണ്, കോടതിക്ക് ഈ തെളിവ് തന്നെ ധാരാളല്ലേ, ജിമ്മ് തന്നെയാണ് ആ ഒരു ജെനിയെ കൊന്നത് എന്ന് കൺഫേം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത അവസരം നമ്മുടെ സാം വക്കീലിന്റെയാണ്. സാം വക്കീൽ ഇപ്പൊ ജെനിയുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് അവൾ മരിക്കുന്നതിന് 3 ദിവസം മുന്നേ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ജെനിക്ക് അവളുടെ ഭർത്താവിനെ, അതായത് ഈ ജിമ്മിന് ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മകൾ നിങ്ങളോട് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അവളെ നിർത്താതെ അവന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു? ഇവിടെ വെച്ച് തന്നെ ഒരു കാര്യം കൺഫേം ആണ്, നിങ്ങൾ നുണ പറയാണ്. അതിനുള്ള കാരണം ഈ ജിമ്മും ജെനിയും വിവാഹം കഴിച്ചത് ഒരിക്കലും നിങ്ങളുടെ സമ്മതത്തോടു കൂടി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നുണ പറയുന്നത്. ഇത് ശരിയല്ലേ എന്നിപ്പോ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ സാം വക്കീൽ ചോദിക്കുകയാണ്. എന്തായാലും അത് കറക്റ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എവിഡൻസും ജിമ്മിനെതിരെയായിട്ട് എന്താ പറയാ അങ്ങോട്ട് നിൽക്കുന്നില്ല, അതും അങ്ങോട്ട് ക്യാൻസൽ ആയി പോവാണ്. വീണ്ടും കേസ് നീട്ടി വെക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ അങ്കിൾ ജോയെ കാണിക്കുകയാണ്. ഈ അങ്കിൾ ജോയെ ഒരാൾ വിളിക്കുകയാണ്. അന്ന് ഒരു വൃദ്ധന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഇയാൾ ഭയങ്കര ബഹളം വെച്ച് അങ്കിൾ ജോയെ പുറത്താക്കിയില്ലേ. എന്നാൽ അവിടെ ഒരു കാർഡ് ഇട്ട് പോയതുകൊണ്ട് തന്നെ ഈ അങ്കിൾ ജോയെ ഈ വൃദ്ധൻ വിളിച്ചിട്ടുണ്ട്. ഒരു ആശുപത്രിയിലേക്കാണ് വരാൻ പറഞ്ഞത്. നേരെ അങ്കിൾ ജോ അങ്ങോട്ടേക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഇയാളോട് ചിരിച്ച് കളിച്ച് സംസാരിക്കുകയാണ്. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ചോദിച്ചായിരുന്നല്ലോ അന്ന് ആ റോട്ടിൽ വെച്ച് എന്തെങ്കിലും അപകടം നടന്നോ എന്ന്. നടന്നിട്ടുണ്ടായിരുന്നു. ഇതെന്റെ പേരക്കുട്ടിയാണ്, അവന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇവന്റെ ദേഹത്താണ് അന്ന് ആ
ഒരു കാറ് തട്ടിയത്. ആ കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി ആ ഒരു കാറിന്റെ നമ്പർ ഇയാൾക്ക് എടുത്തു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ ജിം ഉണ്ടല്ലോ അവന്റെ കാറിന്റെ നമ്പറുമായിട്ട് മാച്ച് ആയിരുന്നു. ഓക്കെ, അതെന്തായാലും അവിടെ നിൽട്ടെ. വീണ്ടും കോടതിയിൽ അടുത്ത വാദം വന്നിരിക്കുകയാണ്. ഇത്തവണ PP വക്കീല് ഹാജരാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, അന്ന് നമ്മുടെ സാമിന്റെ വീട്ടിൽ ഫയൽ കൊണ്ടുപോയിട്ട് ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ഇയാൾ തന്നെയാണ്. ഇയാൾ വന്നിട്ട് കോടതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരു വർഷം മുന്നേ ഒരു റേപ്പ് കേസിൽ ഇതേ ജിമ്മിനെ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു. 3 ദിവസം മാത്രമേ എനിക്ക് അവനെ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും അവൻ പുറത്തിറങ്ങി. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു കേസുമായിട്ട് അവന് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹിഡൻ മൈക്ക് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ സാമിന്റെ ഭാര്യയായിട്ടുള്ള ജെനി വരുന്നത്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഈ പോലീസ് ഓഫീസർ ഒന്ന് ഷോക്കായി പോയി. അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഈ ജെനിയോട് ഈ പോലീസുകാരന് പറയേണ്ടി വന്നു കേട്ടോ. അതോടെയാണ് ജിമ്മ് പറഞ്ഞ ഒരു നുണ അവൾക്ക് മനസ്സിലായത്. 3 ദിവസം ബിസിനസ് ട്രിപ്പിന് പോയതല്ലായിരുന്നു, 3 ദിവസം സ്റ്റേഷനിലായിരുന്നു എന്നുള്ള കാര്യം. അതിനുശേഷമായിരുന്നു ഈ ജെനി വല്ലാതെ ഡിപ്രസ് ആയി പോയതും മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ഇവനെ ഒരു പേടി തോന്നിയതും ആൾക്ക്. അതുകൊണ്ട് തന്നെ ജെന്നി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അവൾ എനിക്ക് വിളിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ടായിരിക്കണം ജിം അന്ന് ആശുപത്രിയിൽ വെച്ച് സാമിനോട് പറഞ്ഞത് അവൾക്ക് മറ്റാരോമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് എന്ന്. അങ്ങനെ ഈ പോലീസ് ഓഫീസർക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജെനി ആണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇയാളെ വിളിക്കാതെയായി. അതുകൊണ്ട് തന്നെ ഈ ജെന്നിയെ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അതായത് ഇയാൾ ഈ കോടതിയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ആ സമയത്ത് ജെന്നി നേരെ ഒരു സ്ഥലത്തേക്ക് പോയി. ഒരു വർഷം മുന്നേ റേപ്പ് ചെയ്യപ്പെട്ട് ഒരു സ്കൂൾ പെൺകുട്ടി മരിച്ചു എന്ന് പറയുന്നില്ലേ, അവളുടെ ആ ഒരു ചിതാഭസ്മവും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനിൽ അവൾ അങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ കൊന്നത് അവളുടെ ഹസ്ബൻഡ് ആണല്ലോ എന്നുള്ള ആ ഒരു വേദനയിൽ. മാത്രമല്ല അന്ന് അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞു ഈ പെൺകുട്ടിയെ കൊന്നത് എന്റെ ഭർത്താവ് തന്നെയാണ് എന്നതിനൊരു സോളിഡ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ തരും, പക്ഷേ നിങ്ങളൊന്ന് കാത്തിരിക്കണം. ഇതേ സമയത്തെല്ലാം ഈ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ജിമ്മിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അതായത് ഫെബ്രുവരി 9-ാം തീയതി ഈ ജിമ്മിന്റെ പിന്നാലെ ഈ പോലീസ് ഓഫീസർ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ കാർ അങ്ങോട്ട് കാണാതായി. ഇനി ഇവനെങ്ങാനും എല്ലാ വിവരം അറിഞ്ഞിട്ടുണ്ടാവുമോ, അതായത് അവന്റെ ഭാര്യയുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള സോളിഡ് എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തതാണോ എന്ന് കരുതി ഞാൻ പേടിച്ചു പോയി. ഞാൻ വേഗം തന്നെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അതാണ് ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിലായിട്ട് ക്യാപ്പ് ഇട്ട ഒരാൾ ആ ഒരു ലിഫ്റ്റിലേക്ക് പോകുന്ന ആ ഒരു വിഷ്വൽ. ഈ വിഷ്വലാണ് മറ്റാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് PP വക്കീൽ ഡിലീറ്റ് ആക്കി കളഞ്ഞത്. എന്തായാലും ഇതൊന്നും ഇവിടെ ഈ ഒരു പോലീസ് ഓഫീസർ പറയുന്നില്ല. പകരം ഇയാൾ ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിറച്ച് രക്തമായിരുന്നു. അപ്പൊ തന്നെ ജനിക്ക് എന്തോ പറ്റി, അവളെ കാണാനുമില്ല, അവൾ മരിച്ചു എന്ന് തന്നെ ഉറപ്പാക്കിയിട്ട് ഇപ്പൊ വേഗം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണം ഈ പോലീസ് ഓഫീസർ. അങ്ങനെയാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ജിമ്മിനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അവളുടെ കയ്യിൽ ആ ഒരു തെളിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജിമ്മ് അവളെ കൊന്നു കളഞ്ഞത്. ഇങ്ങനെ ഈ പോലീസ് ഓഫീസർ ഇയാളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാം വക്കീൽ വന്നിട്ട് ഇയാളോട് ഒരു കാര്യം പറയാണ്. ഒരു വർഷം മുന്നേ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയല്ലോ, റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടി, ആ കേസ് അന്ന് അന്വേഷിച്ചത് നിങ്ങളായിരുന്നു. അന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും ഇതേ PP വക്കീൽ തന്നെയാണ്. അതായത് അന്നത്തെ ആ ഒരു കേസിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വഷളായിട്ടുണ്ട്. ആ അപമാനം മാറ്റാനായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഈ ജിമ്മിനെ മനഃപൂർവ്വം ഇതിൽ കൊടുക്കാൻ നോക്കിയത്. സോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ വാദവും പൂർണ്ണമായിട്ടും അങ്ങ് കോടതി വിശ്വസിക്കുന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ അങ്കിൾ ജോൺ ഉണ്ടല്ലോ, ആ അപ്പാപ്പനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പുതിയൊരു സാക്ഷിയെ സബ്മിറ്റ് ചെയ്യണമെന്ന് സാം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു PP വക്കീൽ ഇതിന് സമ്മതിക്കുന്നില്ല. നേരത്തെ തന്നെ ഇങ്ങനെ സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ പെർമിഷൻ ചോദിക്കണം. പക്ഷെ കോടതിയോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ സാം പെർമിഷൻ ചോദിക്കണം. സാറേ ഇയാൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് ചോദ്യം ചെയ്യിപ്പിക്കണം, അത് ഈ കേസുമായിട്ട് ഒരുപാട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കോടതി പെർമിഷൻ കൊടുത്തു. പിന്നീട് അവിടെ കൊണ്ടുവരുത്തിയിട്ട് ഈ അപ്പൂപ്പനോട് നമ്മുടെ സാം ചോദിക്കണം, പറ അപ്പൂപ്പ നിങ്ങൾ എന്താണ് അന്ന് കണ്ടത്? അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ എന്റെ കൊച്ചുമകന് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ആരാണ് എന്റെ മകനെ ഇടിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വേഗം തന്നെ ടോർച്ച് എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ദാ ഈ നമ്പറിലുള്ള വണ്ടിയാണ് എന്റെ മകനെ ഇടിച്ചിട്ട് പോയത്. അത് എത്ര മണിക്കായിരുന്നു എന്ന് സാം ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 1:30-2 മണി ആ ഒരു സമയത്തായിരിക്കും. ഓക്കെ അപ്പൂപ്പ. പിന്നീട് കോടതിയോട് നമ്മുടെ സാം സംസാരിക്കുകയാണ്. അതായത് അപകടം നടന്നത് 1:30 ആ ഒരു സമയത്താണ്. പിന്നെ എങ്ങനെയാണ് 1:30 മണിക്ക് അവിടെ പോയിട്ട് ഈ ഒരു ജിമ്മ് കൊലപാതകം നടത്തുക? സോ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്ഷി തന്നെയാണ് കേട്ടോ. അതായത് ജിമ്മല്ല ആ ഒരു കൊലപാതകം ചെയ്തേ എന്നതിനുള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന PP വക്കീല് ഈ ഒരു അപ്പൂപ്പനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ അന്ന് ആ ഒരു വണ്ടി ഓടിച്ചത് ആരാണെന്ന് കണ്ടായിരുന്നു? ഇപ്പൊ അപ്പൂപ്പൻ പറയാണ്, അത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്ന് അപകടം നടന്നു, ഇന്നിപ്പോ 2 മാസം കഴിഞ്ഞില്ലേ, ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യം വന്ന് ഇവിടെ പറയുന്നത്? അന്ന് കംപ്ലൈന്റ് കൊടുക്കാതെ എന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ അപ്പൂപ്പൻ പറയാണ്, അത് പിന്നെ ഈ അങ്കിൾ ജോ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, ഇതുപോലെ കോടതിയിൽ വന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കാശ് മേടിച്ചു തരാന്നൊക്കെ. കാശ് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അതേന്ന് അപ്പൂപ്പൻ പറയാണ്. അതായത് അപ്പൂപ്പൻ കാര്യമായിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞു. കോടതിയിൽ ഇങ്ങനെ കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും ഇതൊരു കള്ളസാക്ഷിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയും കോടതിയിൽ അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാം വക്കീൽ ആകെ ടെൻഷൻ ആവുകയാണ്. എന്തായാലും ഇതിന് ശേഷം ജെനിയെ കൊന്ന അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജിമ്മിനെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഈ ജിമ്മിന്റെ വക്കീലാണല്ലോ സാം അവനോട് നല്ല രീതിയിൽ സംസാരിക്കണ്ടേ എന്ന് അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഈ
ജിമ്മ് തന്നെയാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഒന്ന് അവനെ പ്രൊവോക്ക് ചെയ്യാണ്. ഈ രീതിയിൽ സാം വക്കീൽ സംസാരിക്കുമ്പോൾ പി വക്കീലിന് തന്നെ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇവൻ എന്തോ ഒന്ന് ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ്. പക്ഷേ കോടതിയല്ലേ, അങ്ങനെ എങ്ങനെയൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല ഇവിടുന്ന്. അങ്ങനെ സാം വക്കീൽ കുറച്ച് മോശമായിട്ട് തന്നെ ഈ ജിമ്മിനോട് സംസാരിക്കുന്നുണ്ട്. അതായത് സാം ചോദിക്കുന്നത്, അന്ന് നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയില്ലേ, എന്തിനാണ് അന്ന് അത്രയും ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്നത്? ഇപ്പൊ ജിമ്മ് പറയാണ്, കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ അവളുടെ കൂടെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ആനിവേഴ്സറി വന്ന സമയത്ത് ഇതുപോലെ പൂക്കളും ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നത്. എന്നാൽ കുറേ ദിവസമായിട്ട് ഓവർ ഡ്യൂട്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് ഇതുപോലെ അപകടം സംഭവിച്ചത്. എത്ര നേരം ഞാൻ മയങ്ങിപ്പോയി എന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ണു തുറന്ന് പതിയെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം 5 മണി. അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നീട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്റെ ഭാര്യയുടെ രക്തം അവിടെ ഉണ്ടായിരുന്നു. അവളെ കൊന്നു എന്ന് പറഞ്ഞ് ഇതാ അറസ്റ്റ് ചെയ്തു. ഞാൻ ഇന്ന് ഈ നിലയിൽ ഇവിടെ ആയി നിൽക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ വളരെ സങ്കടപ്പെട്ട് എമോഷണൽ ആയിട്ട് തന്നെ ജിമ്മ് അവിടെ കിടന്ന് കരയാണ്. ഇത് കണ്ടിട്ടും നല്ല രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ ഇപ്പൊ സാം വീണ്ടും ചോദിക്കുകയാണ്, ഓക്കെ നിന്റെ ഭാര്യ എന്തായാലും മരണപ്പെട്ടു പോയി. പക്ഷേ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവൾ ഭയങ്കര ഡിപ്രസ് ആയിരുന്നു. വീട്ടിലായാലും ഓഫീസിലായാലും ഇതിനെക്കുറിച്ച് നീ അന്വേഷിച്ചായിരുന്നു? അവൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യം നീ ചെയ്തു കൊടുത്തായിരുന്നു? മാത്രമല്ല ഒരു 3 ദിവസം നീ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം മറ്റൊരാൾ വഴിയാണ് അവൾ അറിഞ്ഞത് തന്നെ. ഇതൊക്കെ നിന്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര കരഞ്ഞുകൊണ്ട് തന്നെ ഈ ജിമ്മ് പറയാണ്, ശരിയാണ്, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ്. ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും അവളോട് പറയണമായിരുന്നു 3 ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ പേടി കാരണം ഞാൻ അത് അവളോട് പറഞ്ഞില്ല. ഇതിങ്ങനെ കായി തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ ഇത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്നത് ഞാൻ ഒട്ടും കരുതിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ എന്റെ ഭാര്യ ജെനി അവൾ മരിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. അവളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. അവൾ ഇപ്പോഴും ജീവനോടുണ്ട്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് കാണാതായി എന്റെ ഭാര്യ ഒന്ന് കണ്ടുപിടിച്ചതാ. നിങ്ങൾ അവളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കാതെ അവളൊന്ന് കണ്ടുപിടിച്ചതാ. ഇതിങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവനിങ്ങനെ പറയാണ്, നിങ്ങൾ വേണമെങ്കിൽ എന്തിന്റെ പേരിലായാലും എന്നെ പണിഷ് ചെയ്തു, എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ അവളൊന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് കിടന്ന് കാര്യമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം കോടതി അങ്ങനെ കാണുന്നുണ്ട്. കോടതി കുറച്ചു നേരത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും അവസാനത്തെ ആ ഒരു വിധി പറയാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അവസാനമായിട്ട് പി വക്കീലിന് എന്താ പറയാനുള്ളതെന്ന് ഇപ്പൊ കോടതി ചോദിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പി വക്കീൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് കൊലപാതകം നടന്ന സ്ഥലത്ത് യാതൊരു ഫിംഗർ പ്രിന്റും ഇല്ല. അതിനർത്ഥം ഇവൻ തന്നെയാണ് അത് ചെയ്തത് എന്നാണ്. വീട്ടിലേക്ക് ആരും കയറിയതിന്റെ യാതൊരു പിടിവലി നടന്നതിന്റെ ലക്ഷണവും ഇല്ല. മാത്രമല്ല ഇവനെതിരെയായിട്ട് ഒരുപാട് തെളിവുകൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ പോരെ അവളെ കൊല്ലാനായിട്ട്. സോ കോടതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ യഥാർത്ഥ പ്രതിക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്ന് ഇപ്പൊ ഈ ഒരു പി വക്കീൽ പറയാണ്. ഇതിനുശേഷം നമ്മുടെ സാം വക്കീൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. കോടതിയോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവൻ ചോദിക്കുകയാണ്, നമ്മുടെ നിയമത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ പി വക്കീലെ ഹാജർ ചെയ്ത ഓരോ തെളിവുകളും അത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് നമ്മളിപ്പോ നിലവിൽ ഈ ജിമ്മിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അവൻ പറയുന്നത് അങ്ങനെ ഒരു കൊലപാതകമേ നടന്നിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു കാര്യത്തിൽ വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ നിങ്ങൾ എല്ലാവരും മരിച്ചു എന്ന് കരുതുന്ന ജെനി തന്നെ ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോഴേക്കും ദാ ആ കാണുന്ന വാതിലിനരികിലേക്ക് വരും. അങ്ങനെ ഇപ്പൊ സാം എണ്ണാൻ തുടങ്ങുകയാണ്. 1, 2 എല്ലാവരും ആ ഒരു വാതിലേക്ക് ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് ആകാംക്ഷയോടെ നോക്കുകയാണ്. എന്നാൽ സാം 1 മുതൽ 3 വരെ എണ്ണിയിട്ടും ആ വാതിൽ തുറന്ന് ആരും ഇങ്ങോട്ടേക്ക് വന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാം പറയാണ്, ഞാൻ വെറുതെ പറഞ്ഞാ നിങ്ങളോട്, അവര് വരാൻ പോകുന്നില്ല, അവര് മരിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇപ്പോഴും നിങ്ങളിൽ പല ആൾക്കാരും അവര് മരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞപ്പോ നിങ്ങൾ ആ ഒരു വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കിയത്. ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പോലും ബോധ്യമല്ലാത്ത ഈ കാര്യത്തിൽ എന്തിനാണ് വെറുതെ ജിമ്മിനെ ഒരു പ്രതിയാക്കുന്നത്? അവനൊരു നിരപരാധിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ സാം പറയാണ്. അങ്ങനെ 2 വക്കീൽമാരുടെയും വാദവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കോടതിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതേ സമയത്ത് തന്നെ ആ സാക്ഷി പറയാൻ വേണ്ടി ഒരു അപ്പൂപ്പൻ വന്നിരുന്നല്ലോ. ഇയാളുടെ മകനെയാണല്ലോ ജിം ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ സാക്ഷി പറയാൻ വേണ്ടി വന്നത്. എന്തായാലും ആ ഒരു മകനെ ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ചെറുക്കനുണ്ടല്ലോ മറ്റൊരു വഴിയിലൂടെ പോവാന്ന് പറയണം. ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ തന്നെ ഒരു ഡാം കാണുകയാണ്. അപ്പൊ തന്നെ അങ്കിൾ ജോയ്ക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി. മാത്രമല്ല ഇപ്പൊ കോർട്ട് റൂമിൽ കാണിക്കുകയാണ്. അവിടുന്ന് ജഡ്ജി അവസാനം വിധി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഒരു കൊലപാതകത്തിൽ ജിമ്മിന് പങ്കുണ്ട് എന്ന് എതിർഭാഗം വക്കീലിന് പൂർണ്ണമായിട്ടും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവനെ കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയില്ല. നിരപരാധിയായിട്ട് തന്നെ കോടതി അവനെ വിട്ടയക്കുകയാണ്. ഇത് കേട്ടപാട് തന്നെ അവന്റെ കണ്ണുകൾ നിറയാണ്. ഒരുപാട് പേർക്ക് സന്തോഷമായി. കാരണം ഒരു നിരപരാധിയും അങ്ങനെ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. നമ്മുടെ സാമിനും ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ സാമിന്റെ അടുത്തേക്ക് പി വക്കീൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ മരിച്ചുപോയ ഈ ജെനി വരൂ എന്ന് പറഞ്ഞിട്ട് ആ വാതിലിന് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചല്ലോ. 1 മുതൽ 3 വരെ എണ്ണിയില്ലേ? ഈ കോർട്ട് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി, ഒരാളൊഴികെ. ആരാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ആരായിരിക്കും എന്നുള്ള ആ ഒരു സംശയത്തിൽ പി വക്കീലിനെ നമ്മുടെ സാം വക്കീൽ അങ്ങനെ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നിന്റെ ക്ലയന്റ് ആയിട്ടുള്ള ജിമ്മ് തന്നെയാണ്. കാരണം അവന് 100% ഉറപ്പാണ് അവള് വരാൻ പോകുന്നില്ല എന്ന്. അതിനർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ മുതൽ വല്ലാത്തൊരു സംശയം സാം വക്കീലിന്റെ ഉള്ളിൽ
കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ അങ്കിൾ ജോ ആണെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡാമിന്റെ ഭാഗത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോ സാമിന് അയച്ചു കൊടുക്കുകയാണ്. ഇതേ ഫോട്ടോ തന്നെ അവൻ മുന്നേ കണ്ടിട്ടുണ്ട്, അതായത് ജിമ്മും അവന്റെ ഭാര്യയായിട്ടുള്ള ജെനിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. പെട്ടെന്ന് തന്നെ സാം ഇപ്പോൾ അങ്കിൾ ജോയെ വിളിക്കുകയാണ്. ഈ സമയത്ത് അങ്കിൾ ജോയ്ക്ക് മറ്റൊരു കാര്യം പറയാനുണ്ടോ, ആ ഒരു അപ്പാപ്പനുണ്ടല്ലോ അയാൾ പച്ച നുണയാ പറഞ്ഞത്, ഇയാളുടെ പേരക്കുട്ടിക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയുന്നില്ലേ അന്ന് രാത്രി, ശരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാ ഈ ചെറുകൻ പറയുന്നത്. അന്ന് ഈ ഡാമിന്റെ അരികില് ജിമ്മിന്റെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ചുമ്മാ ഒരു ആവശ്യത്തിന് ആ അപ്പാപ്പൻ അതിന്റെ ആ ഒരു നമ്പർ നോട്ട് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പണത്തിന് വേണ്ടി തന്നെയാണ്. ശരിക്കും ഈ അപ്പാപ്പന്റെ മകൻ മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു, ഇതേ ജിമ്മ് തന്നെ ഡാമിലേക്ക് ഇറങ്ങി പോകുന്നത്, രക്തം പുരണ്ട കുറച്ച് ഡ്രസ്സും അവന്റെ ആ ഒരു കാറിലുണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്, ഈ അപ്പാപ്പന് കാശ് കൊടുത്ത് അയാളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ഈ ജിമ്മ് തന്നെയാണ്. പിന്നീട് കോർട്ട് റൂമിൽ വെച്ച് എല്ലാവരും നോക്കിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു വാതിലിനരികിലേക്ക്, എന്നാൽ അങ്ങോട്ടേക്ക് ഈ ഒരു ജിമ്മ് നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അതും സാമിന് മനസ്സിലായി. സോ പൂർണ്ണമായിട്ടും കബളിപ്പിക്കപ്പെട്ടു. കൊലപാതകം ചെയ്തത് അവൻ തന്നെയാണ്. ഭാര്യ മാത്രമല്ല, ഒരു വർഷത്തിന് മുന്നേ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്ത് കൊന്നില്ലേ, അവളെയും കൊന്നത് ഇതേ ജിമ്മ് തന്നെയാണ്. എന്നാൽ ആ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് അവനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവന്റേതായ ട്രിക്ക് ഉപയോഗിച്ച് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പണ്ടത്തെ ആ ഒരു കേസിൽ നിന്നും അവൻ പുറത്തു വന്നത്. മാത്രമല്ല അവൻ വർക്ക് ചെയ്യുന്നത് ഒരു കെമിക്കൽ ഫാക്ടറിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ കൈരേഖ പൂർണ്ണമായിട്ടും ഈ കെമിക്കൽ തട്ടി തട്ടി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സാം അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവൻ അവിടെ ഒളിപ്പിച്ചു വെച്ച ഒരു സാധനം അവൻ എടുക്കുന്നുണ്ട്, അതൊരു പല്ലായിരുന്നു. ഒരു വർഷത്തിന് മുന്നേ അവനൊരു പെൺകുട്ടിയെ കൊന്നു എന്ന് പറയുന്നില്ലേ, അന്ന് അവളുടെ ഡെഡ് ബോഡിയിൽ നിന്നും ഒരു പല്ല് കിട്ടിയിട്ടില്ലായിരുന്നു. ആ പല്ലാണ് ഇപ്പൊ ഇവന്റെ കയ്യിലുള്ള ഈ പല്ല്. അതുപോലെ തന്നെ സാം വക്കീലിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഈ ഒരു ജിമ്മിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നൈസായിട്ട് എന്നെ ഊമ്പിച്ചല്ലേ, ഓക്കെ എന്തായാലും നിനക്ക് സന്തോഷമായിട്ടുണ്ടാവും, ഒരു ഫ്രീ ബേഡിനെ പോലെ ഇനി നിനക്ക് നടക്കാലോ. ഈ സമയത്താണ് ജിമ്മിന്റെ യഥാർത്ഥ ആ ഒരു വില്ലത്തരം നമ്മുടെ സാം വക്കീല് കാണുന്നത്. അതെ, ഞാൻ തന്നെയാ എന്റെ പെണ്ണിനെ കൊന്നത്, എന്റെ ഭാര്യ മാത്രമല്ല ആ പെൺകുട്ടിയും കൊന്നത് ഞാൻ തന്നെയാ. പക്ഷെ എനിക്കെതിരായിട്ട് അവളുടെ കയ്യിലെ ഒരു തെളിവുണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ ആ ഒരു കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടപ്പോ ആ എക്സ് പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഇയാൾ എന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പൊ അന്ന് ആ രാത്രി എനിക്ക് എങ്ങനെയെങ്കിലും അയാൾ ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആരും അറിയാതെ അവിടെ നിന്നും ഒരു ഡമ്മി പാവയെ അടിച്ചു മാറ്റിയിട്ട് ഇയാൾ അറിയാതെ ഇയാളുടെ കാറിന്റെ ഡിക്കിയിൽ ഞാൻ കൊണ്ടുവച്ചു. എന്നിട്ട് അത് പാതി അടഞ്ഞ രൂപത്തിൽ ആ ഡിക്കിയെ ഞാൻ അങ്ങനെ ആക്കി വെച്ചു. അങ്ങനെ എന്റെ പിന്നാലെ ഇയാൾ വരുന്ന സമയത്ത് പോലീസുകാർ അവനെ കണ്ടു, അവനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ നൈസായിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് അവൾ അവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയ ആ ഒരു സോളിഡ് എവിഡൻസ് അത് ആ ഒരു പെൺകുട്ടിയുടെ പല്ലായിരുന്നേ. എന്തൊക്കെയായാലും ആ ഒരു പല്ല് കിട്ടിയിട്ടും തന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫെബ്രുവരി 9 അവരുടെ ആനിവേഴ്സറി ആയിട്ടും നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ 4 മെഴുകുതിരിയും കത്തിച്ചു വെച്ച് അവൾ കാത്തിരുന്നത്. ഈ ഒരു സമയത്തെല്ലാം അവൾ ഭയങ്കര ഡിപ്രസ് ആയിരുന്നു. മാത്രമല്ല കോടതിയിൽ ആ ഒരു എക്സ് പോലീസ് ഓഫീസർ അയാളുടെ ഭാഗം പറഞ്ഞല്ലോ, അതെല്ലാം 100% സത്യമായിരുന്നു. എന്തായാലും ഈ എക്സ് പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഇയാളുടെ കണ്ണ് വെട്ടിച്ച് അപ്പാർട്ട്മെന്റിന്റെ അരിയിലേക്ക് വന്ന ഈ ഒരു ജിം ഉണ്ടല്ലോ, ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെയും ഇതുപോലെ തന്നെ കബളിപ്പിക്കുകയാണ്. എല്ലാ കാറിന്റെയും അലാറം ഒരേ സമയത്ത് ഓണാക്കി വിട്ടിട്ട് ജിം സെക്യൂരിറ്റി കാണാതെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവന്റെ ഭാര്യ ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് അവനെ കാത്തിരിക്കുകയായിരുന്നു. അതായത് ഇയാൾ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നതെന്ന് അവൾക്കറിയാം, പക്ഷെ അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇനിയും ഭാര്യയെ ജീവനോട് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെയാണ് അവിടെ വെച്ച് ബെഡ്റൂമിലേക്ക് അവളെ സ്നേഹത്തോട് കൊണ്ടുപോയിട്ട് അവളെ അവിടെ വെച്ച് കൊന്നു കളയുന്നത്. അവളുടെ ആ ഒരു രക്തം ആ ഒരു ബെഡിലും നിലത്തും എല്ലാം ആകെ ഒഴുകുകയാണ്. ഇതിനുശേഷം നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്. അവിടെ 3 മെഴുകുതിരി മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം കാറ്റത്ത് കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഇവിടെ വെച്ച് തന്നെ ജിമ്മ് കത്തിക്കുകയാണ്. അന്ന് രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാം വക്കീല് ചോദിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ, പക്ഷെ എങ്ങനെയാണോ ആരും കാണാതെ അവളുടെ ആ ഒരു ഡെഡ് ബോഡി നീ താഴെ കൊണ്ടുപോയത്? ഇതേ സമയത്ത് തന്നെ ജിമ്മാണെങ്കിൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ ആ ഒരു കമ്പിയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല ഞാൻ എങ്ങനെയാ ഒരു ബോഡി താഴേക്ക് കൊണ്ടുപോയെന്ന്? അതായത് നല്ല പൊതിഞ്ഞ് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഇടുകയായിരുന്നു. എന്നിട്ട് ആരും കാണാതെ താഴേക്ക് പോയിട്ട് അങ്ങനെയാണ് ആ ഒരു ബോഡി അവൻ ഇവിടുന്ന് കൊണ്ടുപോയത്. സോ ഈ കാര്യം ഇങ്ങനെ ജിമ്മ് പറയുന്ന സമയത്ത് താഴെ പോലീസുകാരുടെ വണ്ടി വന്ന് നിൽക്കുന്നത് അവൻ കാണുകയാണ്. പെട്ടു എന്ന് മനസ്സിലായ ജിമ്മ് വേഗം തന്നെ ചാടാൻ നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സാം വന്നിട്ട് അവനെ കയറി പിടിക്കുകയാണ്. മാത്രമല്ല പോലീസുകാർ അപ്പോഴേക്കും ഓടി വന്ന് അവനെ കെട്ടിയിട്ട് ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ. പോലീസുകാർ കൈയോടെ അവനെ തൂക്കി കൊണ്ടുപോവാണ്. ഇത്തവണ അവനെതിരെയായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ട്. ചീപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഹിഡൻ ക്യാമറ. ഇത്രയും നേരം സാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ മുഴുവൻ ഒരു ക്യാമറയിൽ റെക്കോർഡിംഗ് ആയിരുന്നു. അതായത് ഈ ഒരു തെളിവ് തന്നെ ധാരാളമാണ് ഇനി ജിമ്മ് പുറം ലോകം കാണാതിരിക്കാനായിട്ട്. മാത്രമല്ല ഇതിനുശേഷം ഇവർ നേരെ ചെല്ലുന്നത് ആ ഒരു ഡാമിനരികിലേക്കാണ്. ഒരുപാട് പേര് ആ ഒരു ഡാമിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവർക്ക് ആ ഒരു ബോഡിയും കിട്ടുകയാണ്, അതായത് ജെനിയുടെ ബോഡി. നമ്മൾ ഈ കഥയുടെ പല ഭാഗത്തും കേട്ടതും കണ്ടതും കാര്യങ്ങൾ, അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അത് നുണയാണെന്നല്ല വിചാരിച്ചത്, അത് സത്യമായിരുന്നു. അതുപോലെ തന്നെ പി വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ അതും നുണയാണെന്നല്ല വിചാരിച്ചത്, അതും സത്യമായിരുന്നു. എക്സ് പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ അതും സത്യമായിരുന്നു. എന്തായാലും ഇപ്പൊ അവസാനം കേസെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. കുറ്റം ചെയ്ത ആള് പിടിക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ പി വക്കീൽ നമ്മുടെ സാം വക്കീലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, അടുത്ത തവണയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലെ പണി മേടിക്കാൻ നിൽക്കരുത്. ഇതേ സമയത്ത് തന്നെ സാം വക്കീൽ പറയാണ്, ഒരാൾക്ക് ഒരു വട്ടയല്ലേ അബദ്ധം പറ്റുള്ളൂ, എപ്പോഴും പറ്റില്ലല്ലോ. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമയും ഇവിടെ തീരുന്നുണ്ട്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതേ തീമിൽ ഇതേ ട്വിസ്റ്റുമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം, അതിലെ നായകൻ നമ്മുടെ മമ്മൂക്കയാണ്. ഓക്കെ, എന്തായാലും അത് അറിയുന്നവര് കമന്റ് ബോക്സിൽ അതൊന്ന് പറയട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.